വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതെൻ്റെ ഓണം വ്ലോഗാണ്. എൻ്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഞാൻ അതിനൊക്കെ റെഡിയായി സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ടാക്കുന്ന എൻ്റെ ഫ്രണ്ട് വിഷ്ണു ആണ്. സോ ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ലോണം ലേറ്റായി. കാരണം ഈ സാരി എടുത്തിട്ട് സാരി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. അതൊന്ന് ഒതുക്കി കൊടുക്കാൻ വേണ്ടി പുതിയ സാരി കൊടുക്കണവർക്ക്. ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സാരിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പുതിയ സാരി ആകുമ്പോൾ ഭയങ്കര പാടാണ് ഒതുക്കി അതൊന്ന് ഭയങ്കര സ്റ്റിഫായിട്ട് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ എത്തിയിട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. എന്താ പറയാ, അവന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആവല്ലേ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാം. ഓക്കെ ബൈസ് അല്ലേ, ഓക്കെ ബൈസ്, ഓക്കെ ഗൈസ് ബൈ. ഞാൻ കട്ട് ചെയ്യും. ഓക്കെ ഗൈസ് ബൈ. ഞാൻ ഓഫീസിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു. ഓക്കെ ബൈ. നമ്മളിപ്പോൾ അധികം പൂവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ഓറഞ്ചും യെല്ലോ ആ പൂക്കൾ മാത്രം നമ്മൾ മേടിച്ചുള്ളൂ. കാരണം നമ്മളധികം വലിയതായിട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞങ്ങളാകെ 3 സ്റ്റാഫുള്ളൂ ഓഫീസിൽ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അതരിഞ്ഞ് ഞാനും പിന്നെ എൻ്റെ ഒരു കൊളീഗായിട്ടുള്ള സൂരജും കൂടിയിട്ടാണ് പൂക്കളൊക്കെ ഇട്ടത്. പിന്നെ സാൻഡ്രിച്ചും കൂടി ഉണ്ട്. അപ്പോൾ ആള് ജസ്റ്റ് പൂവൊക്കെ ഇരുന്ന് അരിഞ്ഞു തരലും ഞാനും അവനും കൂടിയിട്ടാണ് പൂവൊക്കെ ഇട്ടത്. അത് നമ്മൾ സിമ്പിൾ ഡിസൈൻ, അങ്ങനെ വലിയ കാര്യം ആർഭാടാക്കിയ ഡിസൈൻസ് ഒന്നും എടുത്തില്ല. സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ എളുപ്പത്തിൽ കഴിയുന്ന ഒരു ടൈപ്പ് ഒരു ഡിസൈനാണ് നമ്മൾ നോക്കിയത്. ഇത് തന്നെ ഇടാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തു. പൂക്കളുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് സെൻറ്ററിൽ വയ്ക്കാനൊരു പൂപ്പ് തപ്പിപ്പോയേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. അപ്പോൾ ഇതാണ് പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളായിരുന്നു. പിന്നെ കുറച്ച് സിമ്പിളായിരുന്നു. ആകെ 2 കളർ മാത്രം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂക്കളാണ് ഇട്ടത്. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു നേരമായി. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്, സദ്യ കഴിക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്നായിരുന്നു കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാക്കനാടുള്ള ബിഗ് മൗത്തിൽ വിളിച്ച് നമ്മൾ ഓൾറെഡി റിസർവ് ഒക്കെ ചെയ്ത് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 3 പേരും ഓഫീസിൽ നിന്ന്, പിന്നെ സാറും സാറിൻ്റെ ഫാമിലിയും അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓൾറെഡി എത്തി. നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ കാലം കൂടി നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ബിഗ് മൗത്ത് എന്നാണ്, കാക്കനാടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി 8 പേർക്കുള്ള സദ്യ പറഞ്ഞ കാരണം കൊണ്ട് ഇവരത് സെർവ് ചെയ്ത് കറികളെല്ലാം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ റൈസും പിന്നെ അതിൻ്റെ ഒഴിച്ചുകറി മാത്രമാണ് നമുക്കത് ഉണ്ടാകേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓൾറെഡി. ഒരുപാട് കറികളുണ്ടായിരുന്നു. അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു, എരിശ്ശേരി, ഇഞ്ചിക്കറി, പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാവയ്ക്കയുടെ ഒരു വറവൽ പോലത്തൊരു സംഭവം ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, ഒരുപാട് അച്ചാർ, ഒരുപാട് കറികളുണ്ടായിരുന്നു. ശരിക്കൊരു ഭയങ്കര ഒരു വിഭവസമൃദ്ധമായ ഒരു ഊണ് തന്നെയായിരുന്നു. ആദ്യം നമുക്ക് ചോറും പരിപ്പ് കറി ഒഴിച്ചിട്ട് അതിൽ മുകളിൽ നെയ്യ് ഒഴിച്ച് അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് തന്നതാണ് ചോറിൽ നമ്മൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ചോറ് കൊണ്ടിട്ട് പിന്നെ അതിൽ സാമ്പാർ ഒഴിച്ചിട്ട് തന്നത്. ഒഴിച്ചുകറിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സാമ്പാറായാലും എനിക്ക് ഫുഡ് അധികം കഴിച്ച കാരണം കൊണ്ട് ബാക്കി കറികളൊക്കെ കുറേ ഫിനിഷ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കുറച്ച് ടൈം എടുത്തു. പിന്നെ നമുക്ക് 2 തരം പായസം ഉണ്ടായിരുന്നു. സേമിയയും പിന്നെ അതുപോലെ തന്നെ അടപ്രഥമനാണ് ഉണ്ടായത്. ബോളി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബോളിയിൽ എല്ലാ പായസം മിക്സ് ചെയ്താണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സദ്യ നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇവരോട് അഭിപ്രായം ചോദിക്കായിരുന്നു എങ്ങനെയായിരുന്നു ഫുഡ് എന്ന് ചോദിച്ചതാണ് ഞാനിപ്പോൾ കണ്ടത്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. സാൻഡ്രിച്ചി, ഓണത്തിനെ കുറിച്ച് 2 വാക്ക്. ഓണം എങ്ങനെ ആഘോഷിക്കാനാണ് ഏറ്റവും ഇഷ്ടം? ഓണം ഇതുപോലെ സാരി കൊടുത്ത്
ഒത്തിരിയായിട്ട് സാരിക്കിട്ട് സദ്യ കഴിക്കണമെന്നല്ല, സാരിക്കിട്ട് പായസം കുടിക്കണം. അതാണ് മെയിൻ. നമുക്കിനി സൂരജിനോട് ചോദിക്കാം, മുണ്ടെടുക്കുന്നത് ഈസിയാണോ അല്ലേ? അതെ, അപ്പൊ എന്റെ ഇന്നത്തെ ഓഫീസിലെ ഓർഡർ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.